ഹലോ മക്കളെ, മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മളിവിടെ പഠിക്കാൻ പോണത് ഫോഴ്സിനെ പറ്റിയാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഫീൽഡിനെ പറ്റിയായിരുന്നു, മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കറണ്ട് ക്യാരി കണ്ടക്ടറിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. നമ്മൾ ഇനി പറയാൻ പോണത് ഈ കറണ്ട് ക്യാരി കണ്ടക്ടറിനെ ഞാനൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവയ്ക്കുകയാണ്. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട് കേട്ടോ. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. അതിലൂടെ ഐ എന്ന കറണ്ട് കടന്നു പോകുന്നുണ്ട്. ഞാൻ ഇതിനെയാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവെക്കുകയാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്, ശരിയല്ലേ? ഇൻ ടു ദ പ്ലെയിൻ ആണ്. സോ ഇൻ ടു ദ പ്ലെയിൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ്. അവിടേക്ക് ഞാനാണ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ കൊണ്ടുവച്ചു. അപ്പൊ നിങ്ങൾ പറയും, സർ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇറ്റ്സെൽഫ് എ മാഗ്നറ്റ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്താണ്? ഒരു മാഗ്നറ്റ് ആണ്. സോ ഒരു മാഗ്നറ്റിനെ മറ്റൊരു മാഗ്നറ്റിന്റെ ഫീൽഡിൽ കൊണ്ടുവെക്കുകയാണ്. ഉറപ്പായിട്ട് ഇവിടെ എന്ത് ആക്ട് ചെയ്യും? മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. എന്ത് ആക്ട് ചെയ്യും? മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ഉറപ്പായിട്ടും രണ്ട് മാഗ്നറ്റിന് ഇടയിൽ എന്തുണ്ട്? ഇവിടെ രണ്ട് മാഗ്നറ്റ് ഉണ്ട്. ഉറപ്പായും രണ്ട് മാഗ്നറ്റിന് ഇടയിൽ ഉറപ്പായിട്ട് എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും. നമുക്കറിയാം, ഒരു ചാർജ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റി നമുക്കറിയാം, ശരിയല്ലേ? ഒരു മൂവിങ് ചാർജ് ആണെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവെക്കുമ്പോൾ ഒരു ചാർജ് ഇങ്ങനെ ഒഴുകുകയാണ്. Q എന്ന ചാർജ് ഇങ്ങനെ V എന്ന വെലോസിറ്റിയിൽ ഒഴുകുകയാണ്. അത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവെക്കുമ്പോൾ ഉറപ്പായി എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ഉണ്ടാവും. ശരിയാണോ? നമുക്ക് ഈ ഫിഗർ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. നോക്ക്, ഇവിടെ ആണെങ്കിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് Q എന്ന ചാർജിനെ പെർപെൻഡിക്കുലർ ആയിട്ട് V എന്ന വെലോസിറ്റി വിടുകയാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. വെലോസിറ്റി എങ്ങനെയാണ്? ഇങ്ങനെയാണ്. സോ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. പാം എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, വെലോസിറ്റി ഇങ്ങോട്ട്, ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ശരിയാണോ? സോ സിമ്പിൾ, ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഇത് ഇങ്ങനെ കിടന്ന് കറങ്ങാൻ തുടങ്ങും. നമ്മൾ പഠിച്ചതാണ്. ഈ മാഗ്നറ്റിക് ഫോഴ്സ് ഇക്വേഷൻ എന്തായിരുന്നു? F which is equal to magnetic force which is equal to QVB sin theta എന്നാണ്. QVB sin theta. ഇതിന്റെ വെക്ടർ ഫോം പറഞ്ഞാൽ വെക്ടർ F which is equal to Q into V cross B എന്ന് നമ്മൾ പറയും. ശരിയാണോ? Q into V cross B. ഇവിടെയും സെയിം സിറ്റുവേഷനിലെ മക്കളെ, ഇവിടെ ഒരു ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്. ചാർജ് എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്. ചാർജിന്റെ ഫ്ലോയെ വിളിക്കുന്നവരാണ് കറണ്ട്. സോ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്. സോ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്. ഓക്കെ ആണോ? സോ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഉറപ്പായും ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഇങ്ങോട്ടേക്ക്. ഇതിന് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ചാർജ് അല്ല, ഇവിടെ ഒരു ചാർജ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഒരു ചാർജ് ആണോ? അല്ല, ഒരു ചാർജ് അല്ല, ഒരു കൂട്ടം, ഒരു ചാർജിന്റെ ഫ്ലോയാണ്. സോ എനിക്കറിയണം എത്ര ചാർജ് ആണ് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലൂടെ എത്ര ചാർജ് ആണ് മൂവ് ചെയ്യുന്നത്. ശരിയാണോ? ആ ചാർജിന്റെ വെലോസിറ്റി പറ്റി എനിക്കറിയണം. സോ ഇവിടെ രണ്ട് കാര്യങ്ങൾ എനിക്കറിയണം. എന്താണ്? ചാർജിന്റെ എത്ര ചാർജ് ആണ് ഇവിടെ ഉള്ളത്. ചാർജ് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്, ഇവിടെയും ചാർജ് മൂവ് ചെയ്യുകയാണ്. സോ ഇവിടെ ധാരാളം ചാർജ് മൂവ് ചെയ്യുന്നുണ്ട്. സോ എത്ര ചാർജ് മൂവ് ചെയ്തു, ടോട്ടൽ ചാർജ് എത്രയെന്ന് എനിക്കറിയണം. സോ ടോട്ടൽ ചാർജ് എത്രയെന്ന് എനിക്കറിയണം. അതുപോലെയാണെങ്കിൽ എന്തെനിക്കറിയണം? വെലോസിറ്റി എന്താണെന്ന് എനിക്കറിയണം. സോ വെലോസിറ്റി എന്താണെന്നും എനിക്കറിയണം. ഈ രണ്ട് കാര്യത്തെ പറ്റിയും എനിക്കറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് ഇട്ടുകൊടുത്ത് ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ശരിയാണോ? സോ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലൂടെ എത്ര ചാർജ് ആണ് ഒഴുകുന്നത്, ഇതിനെപ്പറ്റി നമ്മൾ എവിടെ പഠിച്ചതാണ്? നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിച്ചതാണ്. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലൂടെ എത്ര ചാർജ് ആണ് ഫ്ലോ ചെയ്യുന്നത്? നിങ്ങൾ പറയണം, സർ നാളെ NALE ഓർമ്മയുണ്ടോ? Q which is equal to നാളെ. നമ്മൾ എവിടെ പഠിച്ചതാണ്? നമ്മളാണെങ്കിൽ എവിടെയാണ്? കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിച്ചതാണ്. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനകത്തുള്ള ടോട്ടൽ ചാർജിന്റെ വാല്യൂ നാളെയാണ്. അതുപോലെ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലാണെങ്കിൽ ഇലക്ട്രോൺസിന്റെയും ഒഴുകുന്നുണ്ട്. ഇലക്ട്രോണിന്റെ ആവറേജ് വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ വെലോസിറ്റി പകരം പറയണം ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിന്റെ ഇക്വേഷൻ എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കാം. I which is equal to കറണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം, അത് വീണയാണ്. I which is equal to VENA, വീണ. സോ കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു വീണയാണ്, ചാർജ് വിച്ച് ഈസ് ഈക്വൽ ടു നാളെയാണ്.
ഓർത്തിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ ഈസി ആയിട്ട് പറഞ്ഞ മക്കളെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എത്രയാണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു, ബാക്കിയെല്ലാം ഇവിടെ കൊണ്ടുപോവാ, I ഡിവൈഡ് ബൈ E. ഉണ്ടോ? I ഡിവൈഡ് ബൈ ENA. സോ നമുക്ക് ആരുടെ വാല്യൂ ഇട്ടിട്ടുണ്ട്? കറണ്ടിന്റെ വാല്യൂ ഇട്ടിട്ടുണ്ട്. സോറി, ഡ്രിഫ്റ്റ് വെലോസിറ്റി വാല്യൂ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ വെലോസിറ്റി നമുക്കറിയാം, അതുപോലെ എന്തും അറിയാം, ഇവിടുത്തെ ചാർജും അറിയാം. സോ അങ്ങനെയെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇക്വേഷനിലേക്ക് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു, ചാർജിന് പകരം പറയണം ആകെ ചാർജ്. കാര്യം ഇവിടെ ഒരു ചാർജേ ഉള്ളൂ, ഇവിടെ ഒരു കൂട്ടം ചാർജ് ഉണ്ട്. എത്ര ചാർജ് ഉണ്ട്? 4 ചാർജ് ഉണ്ട്. NaLe. സോ ആരെ കഴിഞ്ഞു നമ്മൾ? ചാർജിനെ കഴിഞ്ഞു. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ഇവിടുത്തെ വെലോസിറ്റി ചാർജിന്റെ വെലോസിറ്റി ആണ്. ഇവിടെ കറണ്ടിന്റെ വെലോസിറ്റി ആണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? വീണ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു, I ഡിവൈഡ് ബൈ ENA. സോ അതും കഴിഞ്ഞു. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പിന്നെന്തുണ്ട്? സൈൻ തീറ്റ ഉണ്ട്. ആരൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം മക്കളെ? സോ സിമ്പിൾ. നിങ്ങൾ പറയും സാർ NNA ഞങ്ങൾ ക്യാൻസൽ ചെയ്യും, സാർ ഞങ്ങൾ EA ക്യാൻസൽ ചെയ്യും, സാർ ഞങ്ങൾ A ക്യാൻസൽ ചെയ്യും. സോ ബാക്കി എന്തുണ്ട്? സോ ബാക്കിയുള്ളത് എന്താണ്? F വിച്ച് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം, BIL സൈൻ തീറ്റ. F വിച്ച് ഈസ് ഈക്വൽ ടു BIL സൈൻ തീറ്റ. ഇനി വെക്ടർ ഫോം വരയ്ക്കാൻ പറഞ്ഞാൽ പറയണം വെക്ടർ F വിച്ച് ഈസ് ഈക്വൽ ടു, I എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, ബാക്കി എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ ഇത് കിട്ടും, F വിച്ച് ഈസ് ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് B. മറ്റെന്താണെന്ന്? V ക്രോസ് B. ഇവിടെ എന്താണ്? L ക്രോസ് B. സോ സിമിലർ ഇക്വേഷൻ ആണ്. ഇവിടെ ചാർജ് ഉണ്ട്, ഇവിടെ കറണ്ട് ആയി, ഇവിടെ Lന് പകരം ഇവിടെ V ആയി, B അതുപോലെ കിടക്കുന്നു. സോ സിമിലർ ഇക്വേഷൻ ആണ്, സിമിലർ സിറ്റുവേഷൻ ആണ്. ഇവിടെ ആണെങ്കിൽ ഒരു ചാർജ് ഉണ്ടായതുകൊണ്ട് കറങ്ങും, ഇവിടെ ആണെങ്കിൽ കറങ്ങത്തില്ല, പകരം എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. ഇങ്ങോട്ടാ ബെൻഡ് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യും. മനസ്സിലായോ? ഇങ്ങോട്ടേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യും. മക്കളെ സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. സോ ഈ ഒരു കണ്ടീഷൻസ്, ഈ ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ചേർത്താണ് പഠിക്കുന്നതെങ്കിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. പറ്റത്തില്ലേ? പറ്റും. പക്ഷെ ഇവിടെ വീണ്ടും പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നിങ്ങൾ പറയും സാർ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്, അത് I എന്ന കറണ്ട് പോകുന്ന കണ്ടക്ടറാണ്, അത് B എന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്നെങ്കിൽ അതിന് ഇങ്ങോട്ടേക്ക് എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും. സോ ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? F ഈസ് ഈക്വൽ ടു BIL സൈൻ തീറ്റയാണ്. BIL സൈൻ തീറ്റയാണ്. ഇവിടെയാണെങ്കിൽ എല്ലും കണ്ടോ, ഇത് എല്ലാണ്. സോ എല്ലും അതുപോലെയാണെങ്കിൽ ബിയും, ഇത് B ഇങ്ങനെയാണ്, L ഇങ്ങനെയാണ്. സോ സൈൻ 90 ആണ് ഇവിടെ വരുന്നത്. സോ BIL എന്ന് വരും. കേട്ടോ, സൈൻ 90 1 ആയിട്ട് മാറും, അത് BIL എന്ന് വാല്യൂ കിട്ടും. പക്ഷെ പ്രശ്നം ഇവിടെ അല്ല. പ്രശ്നം കിടക്കുന്നത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുമ്പോഴാണ്. കണ്ടക്ടർ ഇങ്ങനെ ആയിക്കോട്ടെ, കണ്ടക്ടർ ഒന്ന് വളഞ്ഞു കണ്ടോ, ഇതിന്റെ റേഡിയസ് ഞാൻ തരാൻ പോവാണ്. R റേഡിയസ് ഉണ്ട്, ഓക്കെ ആണോ? R റേഡിയസ് ഉള്ളത് സെമി സർക്കിൾ ആണ്. അതിലൂടെ I എന്ന കറണ്ട് കടന്നു പോവുകയാണ്. അതിനെയാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവെക്കുകയാണ്. സോ ഇപ്പോഴും നോക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, അകത്തേക്കാണ്. അതുപോലെയാണെങ്കിൽ കറണ്ട് എന്താണ്? അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോവുകയാണ്. ശരിയല്ലേ? കറണ്ട് എങ്ങനെ പോയിക്കോട്ടെ, അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. കറണ്ട് ഇങ്ങനെ പോയാൽ പെർപെൻഡിക്കുലർ ആണ്, കറണ്ട് ഇങ്ങനെ പോയാൽ പെർപെൻഡിക്കുലർ ആണ്, കറണ്ട് ഇങ്ങനെ പോയാൽ പെർപെൻഡിക്കുലർ ആണ്. സോ ഇവിടെ എല്ലാം എന്താണ്? സൈൻ 90 എത്രയാണ്? 1 ആയിട്ട് മാറും. ശരിയാണോ? സൈൻ തീറ്റന്റെ വാല്യൂ 1 ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ പറയും സാർ സിമ്പിൾ ആയിട്ട് പറയാം, ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു B ഞങ്ങൾ അതുപോലെ എഴുതും, I ഞങ്ങൾ അതുപോലെ എഴുതും. R എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് ടോട്ടൽ ലെങ്ത് ആണ് സർ, ടോട്ടൽ ലെങ്ത് ആണ് സർ. അതെന്ന് പറഞ്ഞാൽ ഇത് ആകെ 2πr ആയിരുന്നു, അതിന്റെ പകുതി πr എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു കളയും. സോ ചില ആൾക്കാർ എന്ത് ചെയ്യും? അതിനെ πr എന്ന് എഴുതി കളയും. കണ്ടോ, ആകെ ലെങ്ത് സർ πr ആണ്, ആകെ 2πrന്റെ പകുതിയാണിത്, πr എന്ന് പറയും. അങ്ങനെ പറയരുത്. ഇവിടെയാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടത്, ഇവിടെയാണ് തെറ്റാവുന്നത്. ഇത് തെറ്റാണ്. എന്താണ് L എന്ന് പറയുന്നത്? L എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ അല്ല, പകരം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് വെലോസിറ്റിയിൽ നിന്ന് വന്നതാണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പോയിന്റ് തൊട്ട് ഫൈനൽ പോയിന്റ് വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് L എന്ന് പറയുന്നത്. സോ L എത്രയാണ്? അത് 2r ആണ്.
മനസ്സിലായോ? അല്ല എന്തല്ല, അത് ഇതിന്റെ ലെങ്ത് അല്ല, കണ്ടക്ടറിന്റെ ലെങ്ത് അല്ല, പകരം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്, കറണ്ടിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ബി ഐ ഇൻറ്റു 2R എന്ന് പറയണം. ഇതാണ് ശരിയായത്. ഓക്കെ ആണോ? മനസ്സിലായോ? സോ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, പക്ഷേ ആക്ച്വലി ഈ എൽ എന്താണ്? അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. എവിടുന്നാ മനസ്സിലായേ? നമുക്ക് ഇക്വേഷനിൽ നിന്നാണ് മനസ്സിലായത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആണ്. ഇത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്, കറണ്ടിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് എത്രയാണ് ഇവിടെ? അത് നമ്മുടെ 2R ആണ്. റേഡിയസ് അല്ലേ? സോ ഇത് എത്രയാണ്? R പ്ലസ് R എത്രയാണ്? 2R ആണ്. ഓക്കെ ആണോ? ശരി. അങ്ങനെയെങ്കിൽ പറഞ്ഞേ മക്കളെ, അങ്ങനെയെങ്കിൽ ഇത് പറഞ്ഞേ, ഇതൊരു സർക്കുലാർ ലൂപ്പാണ്. ഓക്കെ, സർക്കുലാർ ലൂപ്പ്. അങ്ങനെയെങ്കിൽ ഇതിനെ ഞാൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവെക്കുകയാണ്. ഐ എന്ന കറണ്ട് കടന്നു പോകുന്ന ഒരു സർക്കുലാർ ലൂപ്പിനെ ഞാൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവെക്കുകയാണ്. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ പറയും, സർ ഇവിടെയാണെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടിട്ട് ഉണ്ടാക്കുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ഞങ്ങൾക്ക് അറിയാം. അത് എഫ് ഈസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റയാണ്. പക്ഷെ ഈ കേസിലാണെങ്കിൽ ബി ഉണ്ട് സർ, ഇവിടെ ഐ ഉണ്ട്, പക്ഷെ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്, ഇത് ക്ലോസ്ഡ് ലൂപ്പാണ് മക്കളെ. ക്ലോസ്ഡ് ലൂപ്പിൽ പറഞ്ഞേ എല്ലിന്റെ വാല്യൂ എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 ആണ്. സോ ഈ ടേം 0 ആയി പോയതിന്റെ ഫലമായിട്ട് ആകെ ഫോഴ്സിന്റെ വാല്യൂ എന്നിട്ട് മാറും, ഇവിടെ 0 ആയിട്ട് മാറും. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ ബേസിക് കോൺസെപ്റ്റിൽ നിന്നും കണക്ക് ചെയ്യാൻ നോക്കണം. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായി കാണും. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കോൺസെപ്റ്റ് എന്താണ്? ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്, അതിലൂടെ ഐ എന്ന കറണ്ടാണ് കടന്നു പോണത്. അതിനെ ഞാൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഉറപ്പായും ഫോഴ്സിന്റെ വാല്യൂ ആക്ട് ചെയ്യും. ഫോഴ്സ് പറഞ്ഞിരുന്നത് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് പോട്ടെ, കറണ്ട് മുകളിലേക്കാണെങ്കിൽ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. സോ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ. ഇതിന്റെ വെക്ടർ ഫോം എന്താണ്? വെക്ടർ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി. So what is the direction of force? Force is always perpendicular to vector L and vector B. ശരിയാണോ? ഫോഴ്സ് ഇങ്ങോട്ടാണ്, അത് ലെങ്തിന് പെർപെൻഡിക്കുലർ ആണ്, അതുപോലെ ബിക്കും എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ്, എന്താണ് എൽ എന്ന് പറയുന്നത്? എൽ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലാതെ എന്തല്ല, അത് ലെങ്ത് ഓഫ് കണ്ടക്ടർ അല്ല. സോ ലെങ്ത് ഓഫ് കണ്ടക്ടർ അല്ല, പിന്നെ എന്താണ്? അത് കറണ്ടിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. പിന്നുള്ള പറഞ്ഞ എന്താണ്? ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് കടന്നു പോകുന്നെങ്കിൽ അതുണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ചാൽ അതുണ്ടാക്കുന്ന ആകെ ഫോഴ്സിന്റെ വാല്യൂ, നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എന്തായിട്ട് മാറും മക്കളെ? 0 ആയിട്ട് മാറും. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവെക്കുമ്പോഴുള്ള ഫോഴ്സിന്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ട്. സോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാത്തരം കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് പുതിയ കോൺസെപ്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.